ഓൺലൈൻ ചികിത്സയ്ക്കിടെ വനിതാ ഡോക്ടർക്ക് നേർക്ക് നഗ്നതാ പ്രദർശനം. പരാതി നൽകി 1 മാസമായിട്ടും പ്രതിയെ കഴക്കൂട്ടം പോലീസ് ഇതുവരെ പിടികൂടിയില്ല. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും ഉടൻ പിടികൂടുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സർക്കാരിന്റെ ഇ-സഞ്ജീവനി വഴി ഓൺലൈൻ ചികിത്സ നടത്തിയ വനിതാ ഡോക്ടർക്കാണ് ദുരനുഭവം. ഞാൻ തിരിച്ച് ടൈപ്പ് ചെയ്തു, പ്ലീസ് ടെൽ മീ യുവർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പ്ലീസ് ഐ കാൺട്ട് സീ യു എന്നാണ് എനിക്ക് തിരിച്ച് പിന്നെയും മെസ്സേജ് വരുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ക്യാമറ താഴ്ത്തി മാസ്റ്റർബേറ്റ് ചെയ്യാൻ തുടങ്ങി. പരാതി നൽകി പ്രതിയെ പിടികൂടിയില്ല. പകരം ഡോക്ടറുടെ അഡ്രസ്സും ഫോൺ നമ്പറും അടക്കം പ്രതിയുടെ ബന്ധുക്കൾക്ക് ലഭിച്ചു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയുടെ അച്ഛനും അമ്മയും ഡോക്ടർക്ക് മുന്നിലെത്തി. തീർന്നില്ല, കഴിഞ്ഞ ദിവസവും ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി. ഫെബ്രുവരി 11-ാം തീയതിയാണ് FIR ഇടുന്നത്. അതിനൊരു ഡിലേ ഉണ്ടായി. 14-ാം തീയതി മൊഴിയെടുക്കാനായിട്ട് വന്നു പോലീസ്. പക്ഷേ പോലീസ് എത്തുന്നതിന് മുന്നേ പ്രതിയുടെ മാതാപിതാക്കൾ എന്നെ വന്ന് കണ്ടു ഉച്ചയ്ക്ക് ശേഷം. പോക്സോ കേസിലെ പ്രതി കൂടിയായ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ പിടികൂടുമെന്നുമാണ് കഴക്കൂട്ടം പോലീസിന്റെ വിശദീകരണം. പക്ഷേ പരസ്യ പ്രതികരണത്തിനില്ലെന്നും പോലീസ് നിലപാട്. ഇത്തരം കേസുകളിൽ പരാതിക്കാരിയുടെ പേരും വിവരങ്ങളും പൂർണ്ണ രഹസ്യമായിരിക്കണമെന്നിരിക്കെ അക്കാര്യം പ്രതിയുടെ വീട്ടുകാർക്ക് തന്നെ ചോർത്തിക്കൊടുത്തത് പോലീസ് അല്ലാതെ മറ്റാരാകാനാണ് സാധ്യത? എന്തിനാണ് പോലീസ് പരാതി കിട്ടി ഇത്രയും നാളായിട്ടും ഒരു നടപടിയും എടുക്കാതെ പോകുന്നത്? വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.